ഒരു നല്ല കാര്യം സംഭവിച്ചപ്പോൾ അതിനുവേണ്ടി ഒത്തുകൂടിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ സ്വാഗതം പറയുന്നതിന് മുൻപ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്, എൻ്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ആദ്യം എഴുതി കാണിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് തന്നെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ദൈവാനുഗ്രഹം മാത്രമാണ് ഇന്നിവിടെ സംഭവിക്കുന്ന 65 ദിവസങ്ങൾ സ്റ്റിൽ പടം തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അറിയിക്കാത്ത ഒരു ദൈവാനുഗ്രഹമായി തന്നെ അതിനെ കാണുന്നു. ഇനി പറയേണ്ടത് എൻ്റെ മാനസ ഗുരു, എൻ്റെ പ്രിയപ്പെട്ട ഗുരു സിദ്ദിഖ് സാർ കഴിഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയതാണ്. ആ സിനിമയുടെ OTT റിലീസ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒത്തിരി നേരം എന്നോട് സംസാരിക്കുകയും ഞാൻ പറഞ്ഞു, ഇക്ക അടുത്ത സിനിമയുടെ കഥയായിട്ടുണ്ട്, ഞാൻ വരും, ഇക്ക കേൾക്കണം, ഏത് സമയത്തും ജിസ്സിനെ വിളിക്കാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ഒരു യാത്ര പറയാനുള്ള സാവകാശം പോലും തരാതെ പോയി കളഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സിദ്ദിഖയ്ക്കാണ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഇക്ക ഇരുന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ നമുക്ക് ഓർക്കാം. താങ്ക് യു. ഒരു ഏപ്രിൽ മാസം 17-ാം തീയതി തലശ്ശേരിയിൽ ആണ്ടല്ലൂർ കാവിലാണ് ഈ സിനിമ പൂജ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ആസിഫ് ടുണീഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് വേറെ സിനിമ ഷൂട്ട് നടക്കുന്നത്. ബിജുചേട്ടനാണ് ഒരു സ്റ്റാറായിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് പൂജ സ്വിച്ച് ഓൺ കഴിഞ്ഞ് നേരെ അന്ന് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് അനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. അനീഷ് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ, എടാ പൂജ അവിടെ നടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ അവിടെ നിന്ന് അനീഷിനോട് ചോദിച്ചു, കുറച്ച് ദൂരെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതൊരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ പൂജ തുടങ്ങുകയാണ്, ഇന്ന് സിനിമ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ആ പദ്ധതി എന്ത് തന്നെയാണെങ്കിലും അതൊരു വൻ വിജയമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അനീഷ് എന്നോട് അത് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നുള്ള കാര്യം, പ്രായം ചെന്ന ആള്. അദ്ദേഹത്തെ എനിക്കും അറിയില്ല, ഇന്ന് അനീഷിനും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ, നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ പറഞ്ഞിട്ട് പോയ ഒരു ചെറിയ വാക്ക് എന്തുമാത്രം എനർജിയാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള 65 ദിവസങ്ങൾക്ക് ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ്. ആ നല്ല മനസ്സിനെ, ആ നല്ല വ്യക്തിയെ ഈ സമയത്ത് ഹൃദയപൂർവ്വം ഓർക്കുന്നു. ഇനി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ കഥ എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുന്ന റൈറ്റേഴ്സ് ആനന്ദും ശരത്തും, അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഉത്ഭവം, അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേപോലെ ഈ കഥ ആദ്യമായി പോയി പറഞ്ഞപ്പോൾ ബിജുവേട്ടനും ആസിഫും തന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധാപൂർവ്വം ആസിഫിന്റെ അടുത്ത് പലപ്പോഴും എനിക്ക് കഥ പറയേണ്ട, ചിലപ്പോൾ സൂചിപ്പിക്കാതെ പറയും, കാരണം ആസിഫ് കൂടുതൽ നമ്മളെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ബിജുവേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കഥയുമായിട്ട് പോകുന്നത്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കഥ കേട്ടത്. 1.5 മണിക്കൂർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് തിരിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു. ആ ബിജുവേട്ടനും ആസിഫും നെടുന്തൂണുകളായി കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് ഈ സിനിമ പിന്നീട് ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി സിനിമയിൽ ഉണ്ടായിരുന്ന ആരെയും വ്യക്തിപരമായി പറയുന്നില്ല. ടെക്നീഷ്യൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും വയനാടിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. എല്ലാവരും യഥാസമയത്ത് വരും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂർ ചേട്ടനെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഒരുപാട് നല്ല സിനിമകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള പ്രിയപ്പെട്ട AK സാജൻ സാറിനെ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, ഞാൻ എന്ത് കാര്യവും എന്ത് സംശയവും സിനിമാ സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ എപ്പോൾ വേണമെങ്കിൽ മച്ചാ എന്ന് പറഞ്ഞ് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അനൂപ് മേനോനെ സ്വാഗതം ചെയ്യുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മലയാള സിനിമയുടെ ചരിത്രമാണ് എടുത്തു മാറ്റിവെച്ചത്. അത് സംവിധാനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹോദരൻ ചിദംബരത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഏറ്റവും സ്നേഹം നിറഞ്ഞ സമീർ ഹംസ, എപ്പോഴും ഒരു നെടുന്തൂണായ സഹായത്തിന് കൂടെയുള്ളതാണ്. സമീറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പലപ്പോഴും നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ജോസഫ് അന്നംകുട്ടി ജോസിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഒത്തിരി പേര് വരാനുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ, ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയും ഒക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിക്ക് വന്നിട്ടുണ്ട്, ഏറ്റവും ബാക്കിലിരിപ്പുണ്ട്, അവരെല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം. താങ്ക് യു. നമസ്കാരം. ഇതൊരു ഈ വിജയം എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ള വിജയം തന്നെയാണ്. ബിക്കോസ് മൈ ബ്രദേഴ്സ് അരുൺ, ജിസേട്ടൻ, പിന്നെ ആസിഫ്, വിജയൻ എല്ലാവരും ഉള്ളൊരു സിനിമയാണ്. സോ കൺഗ്രാറ്റ്സ് ഫോർ എവറി വൺ. ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. ശരി. ഒരു നിമിഷം വേദിയിൽ തുടർന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗാനം ആലപിച്ച ആനന്ദ് ശ്രീരാജ് നമ്മളോടൊപ്പമുണ്ട്. ആനന്ദിന് ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ചിദംബരത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സെന്ററുകളിൽ സിനിമ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൊമെന്റിൽ മുഖത്തുള്ള സന്തോഷം ഞങ്ങൾക്ക് കാണാം. അപ്പൊ അത് വാക്കുകളിൽ കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിപ്പോയി എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ അവസാനം എങ്ങനെയായിരിക്കും വിളിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൊമെന്റിനെ സാക്ഷ്യം വഹിക്കാൻ. ഇങ്ങനത്തെ ഒരു മൊമെന്റിനെ എന്താ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ വരാൻ പറയുന്നു. അത് അടുത്ത പടത്തിന്റെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു നല്ല മുഹൂർത്തത്തിന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാ നന്ദിയും കൂടുതൽ പറയാനുള്ളത് ജിസേടന്റെ അടുത്താണ്. ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം എന്നും കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ബീച്ചേടൻ, ആസിഫിക്ക, എല്ലാവരും, നസീർക്ക, എല്ലാവരും. എൻ്റെ മിയെ ഇവിടെ ഇല്ല. സോ മെസ്സേജ് അയച്ചിരുന്നു, അവളിവിടെ ഇല്ല, അവളുടെ ഒരു അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇത്രയും കോസ്റ്റാസിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു മൂവിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമ്മുടെയൊക്കെ ഒരു ഞാൻ വന്നപ്പോൾ ആസിഫിനോടും വിജയനോടും പറഞ്ഞു, നമ്മുടെ ഒരു സിനിമ 15 ദിവസം ഓടിയിട്ട് കാലം 3 വർഷമായി. ആ സമയത്താണ് 65 ദിവസം ഓടുന്ന ഒരു സിനിമയുടെ ആഘോഷത്തിന് വിളിച്ചിട്ട് ജിസ്മോനെ കോംപ്ലക്സ് എടുപ്പിക്കുന്നത്. സോ ഹാപ്പി. കാരണം ഈ പടത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏകദേശം ഓരോ ദിവസവും എനിക്ക് വരുന്ന ഒരു വൈകുന്നേരം കോൾ അവൻ്റെതായിരുന്നു. ഈ സിനിമയുടെ ടൈറ്റിൽ നിശ്ചയിക്കുന്നിടത്ത് പോലും ഒരുപാട് തവണ ജിസ് ആദ്യം പറഞ്ഞ കുറെ ടൈറ്റിലുകൾ വേണ്ടെന്ന് വെക്കാൻ കാരണം ഞാനാണ്. പ്രത്യേകിച്ചും സിനിമ ഇങ്ങനെ വളരെ ഫിക്കിളായിട്ടൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ഇത്രയും നിറഞ്ഞോടുന്നത് നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഉള്ളവരെല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. മുന്നിൽ തന്നെ സിനിമയുടെ വലിയ പേരുകാർ ഇരിപ്പുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ ഉണ്ടാക്കിയ ശ്രീ ആന്റണി പെരുമ്പാവൂർ കറുപ്പോട്ട് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവിടെ സാജേട്ടൻ ആന്റണി പെരുമ്പാവൂർ അതിനെ വെച്ചിട്ട് ഒരു പടം പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്ന ഒരു സൈഡിൽ. എനിവേ, സന്തോഷമുള്ളൊരു സായാഹ്നം ചാക്കോച്ചിനെത്തിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
എല്ലാ സന്തോഷവും ജിസ്മോനും ഈ സിനിമയ്ക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ അരുണാണ്. അരുൺ നാരായൺ, ഇങ്ങനെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്ന അരുൺ നാരായൺ. So thank you so much for inviting me. A beautiful evening. Thank you. ഇതിനൊരു റിക്വസ്റ്റ് ആണ്, ആസിഫ് കൂടി ദയവായി വേദിയിലേക്ക് വരുന്നത്. നമുക്ക് ഏവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ അരുൺ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ സിനിമയിലേക്കുള്ളൊരു ആഗ്രഹിച്ച് നടക്കുന്ന കാലം മുതൽ എനിക്ക് അരുണിനെ അറിയാവുന്നതാണ്. അന്ന് അരുൺ പ്രൊഡ്യൂസറല്ല. അതുകൊണ്ട് അരുണിൻ്റെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു ദിവസമാണിത്. ജിസ്സു അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ എനിക്ക് ജിസ്സിനെ അറിയാം. ആസിഫ്, ബിജു, ചാക്കോച്ചൻ ഈ പടത്തിലില്ലെങ്കിലും ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ ഈ ടീമിനോട് നമ്മൾ നന്ദി പറയുന്നു. വിജയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയങ്ങൾ കുറഞ്ഞിരിക്കുന്ന കാലത്ത്, അപൂർവങ്ങളാവുന്ന കാലത്ത് എല്ലാ വിജയങ്ങളും മഹത്തരമാണ്. ഈ ചിത്രത്തിൻ്റെ വലിയ വിജയത്തിൽ ഞാനും അവരോട് കൂടി ചേരുന്നു. സന്തോഷം. താങ്ക് യു സർ. സ്നേഹം. നമസ്കാരം. അതിയായ സന്തോഷം. വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ തുടക്കം മുതൽ ചിന്തിക്കുകയും അതുപോലൊരു വിജയത്തിലേക്ക് ചേർക്കാൻ ഭാഗ്യം കിട്ടിയ അങ്ങയോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഈ വിജയത്തിലെ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അരുണും സിജോയും ഒക്കെ എനിക്ക് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഇതിൻ്റെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പാടുള്ള ആളാണ്. അതുപോലെ ആ സമയം മുതൽ ഇതിന് എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തുനിന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ സിനിമയിൽ വിജയേട്ടനും ആസിഫും ഏറ്റവും പ്രിയപ്പെട്ടവർ അഭിനയിക്കുന്ന സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട്. കുഞ്ചാക്കോ അഭിനയിക്കുന്ന സിനിമയും എനിക്കതുപോലെയാണ്. എനിക്കൊരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇതുപോലുള്ള വിജയങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇതിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകട്ടെ, സാധിക്കട്ടെ. ഇതിൽ സഹകരിച്ച എല്ലാവരോടും അതിയായ സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് ചിരിപ്പിച്ച ശേഷം ഇപ്പോ നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. കഥാപാത്രമാണ് വെറുപ്പിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ജിസിൻ്റെ സിനിമയിലൊന്ന് അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ട്രൂപ്പിൽ അല്ലേ ജിസും ഒരു അവസരം നോക്കിയിരുന്നു. പക്ഷെ അന്നത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ജിസിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അതൊരു നല്ല വേഷം തന്നെ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരുപാട് താങ്ക്സ്. അതുപോലെ അരുണിനും സിജോയ്ക്കും ബിജുവിനും ആസിഫിനും അതുപോലെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടനെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകൻ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ്
എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ്. ഇതേപോലെ ജിസും അരുണും കൂടെ എന്നെ തലവനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങനെ കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു പരിപാടി രസമായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു അതിൽ. ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആ കഥാപാത്രം. ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത. അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവും തോന്നുന്നില്ല. പകരം മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം. അതങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത്. അപ്പോൾ എന്നെ പെടുത്താതിരിക്കാൻ വേണ്ടി തൽക്കാലം തന്നു. അപ്പോൾ ഞാൻ ജിസിനോട് പറഞ്ഞു കുഴപ്പമില്ല, ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത്. സിനിമ കാണുന്നവർക്ക് രസമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് ഇന്ന് വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കണം എല്ലാവരുടെ മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചതാണ്. അത് അവതരിപ്പിക്കാനും കൂടി ഇട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിലും ആ കാര്യം പറയുമ്പം ഞാനല്ല ഇതിലെ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവണം തോന്നി. ബി ചേട്ടൻ, ആസിഫ്, ജിസ്റ്റോയ്, പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ എനിക്ക് ക്യാരക്ടർ മാറിപ്പോയിട്ട് കുറച്ച് അപ്രിസിയേഷൻ കുറഞ്ഞു പോയെന്നൊരു അഭിപ്രായമുണ്ട് ഈ പടത്തിൽ. മറ്റേ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിനും അഭിപ്രായം കിട്ടിയേനെ. പക്ഷേ എന്നാൽ ഈ ക്യാരക്ടർ ചെയ്ത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അപ്പോൾ ചില സംശയങ്ങൾ പലരും ബാക്കിയുണ്ടായിരുന്നു. എന്താണെന്ന് പേഴ്സണലി ആളുകളൊക്കെ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ആ പടം കണ്ടു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവം, തീർന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് പ്ലീസ് നമുക്ക് സ്ക്രീനിൽ കാണാം അല്ലേ. സന്തോഷം. അരുണാരാണ് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എന്നെ സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിക്കരുതെന്ന്. അപ്പം എന്തായാലും സന്തോഷം. ഇങ്ങനൊരു എന്താ പറയുന്നത് ബിജേട്ടും ആസിഫും ജിസ്മോനൊക്കെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായൊരു മൊമെന്റ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതിൽ വളരെ സന്തോഷം. അരുണാരായണൻ, ജിസ്മോൻ, ആസിഫു, ബിജു മേനോൻ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വിജയ സിനിമയുടെ ചെറിയ റോളിലാണെങ്കിലും ഒരു വിജയ സിനിമയുടെ പാർട്ടാകുക എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച എല്ലാ ഇതിൻ്റെ കാസ്റ്റിംഗ് ഇതിനോടും ജിത്തു ജോയിയോടും പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും തലവൻ സെക്കൻഡ് വരാൻ പോവുകയാണ്. ആസിഫ് അലിയുടെ അമ്മയായിട്ടായിരുന്നു എന്നെ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടാകുന്നതിന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം. ജിസേട്ടൻ്റെ ഫ്രണ്ട് ആണെന്നുള്ളൊരു മെറിറ്റിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. ജിസേട്ടൻ ആദ്യമായിട്ട് ഈ പടത്തിന്റെ പേര് പറയുന്നത് എയർപോർട്ടിൽ വെച്ചാണ്. ഇതിന്റെ പൂജയ്ക്ക് പോകുമ്പോഴാണ്. അന്ന് പടത്തിന്റെ പേര് പറഞ്ഞത് സിംഗിൾ തല രാവണൻ എന്നാണ്. പേരുടെ എങ്ങനെയുണ്ട് പേരെന്ന് ചോദിച്ചു. ഞാൻ ഒരു വല്ലാത്തൊരു മികച്ചൊരു പേരാണ് നന്ന് പറയായിരുന്നു. പിന്നീട് തലവന്റെ പേര് മാറ്റി. പ്രിയപ്പെട്ട ആളുകളാണ് ജിസും ആസിഫ് അലിയും. അവരുടെ വിജയം പേഴ്സണലി എനിക്കും സന്തോഷമുള്ളതാണ്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. തലവൻ ചരിത്രം രചിച്ചൊരു സായനത്തിലാണ് ആദരണീയരായ അഭിനേതാക്കൾ, ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, അതിലേറെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളടങ്ങിയ കൊച്ചിയിലെ ഈ സദസ്സിന് മുന്നിൽ അഭിമാനകരമായി നിൽക്കുന്നത് ഞാൻ കൂടി ഭാഗമായ ഇൻഡസ്ട്രിയിൽ
അപൂർവമായി സംഭവിക്കുന്ന ഒരു സുവർണ വർഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം മലയാള സിനിമ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചരിത്രം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ശ്രീ ജിസ് ജോയ് സംവിധാനം ചെയ്ത് അരുൺ നാരായണനും സിജോയും പ്രൊഡ്യൂസ് ചെയ്ത് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് കൂടി കഴിഞ്ഞു. ഒരു സിനിമാ സെറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അതിൻ്റെ ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന ആ സെറ്റിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെയാണ്. അവർക്കറിയാം ആ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല ദിവസങ്ങളിലും സെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സഹ അഭിനേതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പോലും അതിനെ ലാഘവത്തോടെ കാണുന്ന ഒരു സൗഹൃദ ബന്ധം സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു. അത് മുതിർന്ന നടീനടന്മാർക്കിടയിൽ മാത്രമല്ല, ഏറ്റവും ചെറിയ സാങ്കേതിക പ്രവർത്തകർക്കിടയിൽ പോലും. പേരെടുത്തു പറയുന്നു നൗഷാദ്, ഞാൻ ആസാദ് എന്ന് വിളിക്കുന്ന നൗഷാദിന്, അതുപോലെ ഇതിൻ്റെ ക്യാമറ ആർട്ട് പ്രൊഡക്ഷൻ സംഘങ്ങളിൽ അരുൺ നാരായണനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടതെന്ന് ഇടവേളകളിൽ ജിസ് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും എൻ്റെ ഉച്ചയൂണ് ജിസിനോടൊപ്പം ആയിരിക്കുമ്പോൾ ജിസ് ഊണ് കഴിക്കാതെ, ആ പാത്രം തുറക്കാതെ, അന്നത്തെ അതുവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഒരു രണ്ടാം പകുതിയിലേക്ക് കടന്നിരുന്നത്. ഇന്ത്യയിൽ നമുക്ക് ഏറെ ആദരവുള്ള ഒരു സംവിധായകൻ നമ്മുടെ മുന്നിലുണ്ട്, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ക്രൂവിലുള്ള ടിനു എന്ന സഹോദരനൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളതിന് ഒരു വലിയ പാഠമാണ് ജിസിൻ്റെ ഒരു സിനിമയിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു അഡിക്ഷൻ ഞാൻ പലപ്പോഴും ആസിഫിൽ കണ്ടിട്ടുണ്ട്, ചാക്കോച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജിസിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സിനിമ ഫീൽ ഗുഡ് മാത്രമല്ല, അതിൻ്റെ സെറ്റ് പോലും ഫീൽ ഗുഡ് ആണ് എന്നുള്ളത്. അതുപോലെ ബീച്ചേട്ടൻ വളരെ സ്വകാര്യമായി വൈകുന്നേരങ്ങളിൽ പറയാറുണ്ട്, ജിസിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ ഏരിയയിലുള്ള ടെൻഷൻ ആർട്ടിസ്റ്റുകളിലേക്ക് തരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഭാഗമായതിൽ ആ സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ളൊരു സൗഹൃദ ബന്ധം, അതുപോലെ അരുണും സിജോയും തമ്മിലുള്ളൊരു സൗഹൃദവും എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളത് ഒരു വലിയ പാഠപുസ്തകമാണ്. ഈ സിനിമയിലൊരു കഥാപാത്രം ഞാൻ ചോദിച്ച് വാങ്ങുകയായിരുന്നു. കാരണം അരുൺ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ തന്നെ അരുണിനോടൊപ്പം പല സിനിമകളിലും ഇന്ത്യൻ റുപ്പി തൊട്ട് ഉള്ള ഞാനുള്ള പല പ്രൊഡക്ഷൻസിലും അരുൺ ഭാഗമായിരുന്നു. അതിനു ശേഷമുള്ള ഒരുപാട് യാത്രകളിലുമൊക്കെ അരുൺ ഭാഗമായ സിനിമകളിലെയും ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നടനുള്ള നിലയിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ ആ ഏൽപ്പിച്ച ചുമതല നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഹൃദയപൂർവ്വമുള്ള നന്ദി. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും മുന്നിൽ ആ നന്ദി അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. നന്ദി. ഇങ്ങനെയൊക്കെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തലവൻ 2 അത് സാധാരണ ഒരു ലോഡ്ജായിരുന്നു, അതൊരു 3 സ്റ്റാർ ഹോട്ടലായി മാറി. അതിൻ്റെ മുതലാളിയായി ഞാൻ തന്നെ വരട്ടെ എന്ന് ഞാൻ സ്വയം ആശ്വസിക്കും. താങ്ക് യു. അടുത്ത വെള്ളിയാഴ്ച 26-ാം തീയതിയാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തലവന് നൽകിയ സ്നേഹം ആസിഫിന് തുടർന്നും ഈ ചിത്രത്തിലൂടെ എല്ലാവരും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സംവിധായകന്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. ഈ സന്തോഷത്തിലൂടെ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദിയിൽ ട്രെയിലർ കാണിക്കാനും കഴിഞ്ഞതിൽ ഇവരുടെയൊക്കെ പ്രസൻസിൽ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് നവീനോടും ജിസിനോടും അരുണിനോടും നന്ദി പറയുന്നു. സിനിമ 26 ജൂലൈ റിലീസാവുകയാണ്. ഇതുപോലെ ഒരു ആഘോഷം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇനിയും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും സിനിമ കാണണം. താങ്ക് യു. താങ്ക് യു.
നേരത്തെ ആസിഫ് സൂചിപ്പിച്ചു ഒരു വിജയകരമായ ഒരു താര ജോഡിയാണ് വിജയേട്ടന്റെയും ചാക്കോച്ചിന്റെയും എന്ന്. അപ്പൊ വിജയേട്ടനും മറ്റൊരു ഇതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാണ് അനുരാഗ് കരിക്കും വെള്ളവും ഈ ചിത്രത്തിലൂടെയൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ഒരു താര ജോഡിയാണ് വിജയേട്ടൻ ആസിഫിന്റേത്. ഇന്നത്തെ ഈ ഒരു വിജയാഘോഷത്തിൽ ചാക്കോച്ചൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വളയ്ക്കാൻ മിടുക്കനാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് മോശമാണ്. ഇവനതിൽ രണ്ടിലും മിടുക്കനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനെയാണ് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് ഇനി. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവൻ എന്ന സിനിമയുടെ അണിയറയിലും ക്യാമറയുടെ മുന്നിലും പ്രവർത്തിച്ചവരുണ്ട്, കൂടെ നിന്നവരുണ്ട്. അപ്പോൾ സംവിധായകനായാലും ജിസ്റ്റോയായാലും പ്രൊഡ്യൂസർ അരുൺ നാരായണൻ, ബിജു ചേട്ടൻ, ബിജു, ആസിഫ്, അനുശ്രീ, മിയ, ദിലീഷ്, പിന്നെ ആയിരിക്കും നമ്മുടെ കുറേ അധികം ആൾക്കാർ, അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കൂടെ നിന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് തലവൻ ബിജു നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികം ഹൈപ്പില്ലാതെ വന്നൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ മുതൽ, അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസ്സിനെ വിളിച്ച് പറഞ്ഞു ഇനിയൊന്നും നോക്കാനില്ല, ഇറങ്ങി അങ്ങ് പുറപ്പെടുക, ബിജുവിനെയും കൂടെ വലിച്ചെടുക്കുക. കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഞാൻ ബിജുവിനോട് പറഞ്ഞു നല്ല സിനിമ, അത് ഏത് രീതിയിൽ നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കയ്യും മെയ്യും മറന്നിറങ്ങണം എന്നുള്ളത് അനുസരിച്ച് അവൻ കയ്യും മെയ്യും മറന്നിറങ്ങി. ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു. ഒരുപാട് സന്തോഷം. തലവൻ 2 ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും. ദിലീഷ് പറഞ്ഞു സാലറി ഡബിളായിട്ട് ചോദിക്കണമെന്നുള്ളത്. അപ്പം ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചോദിച്ചോളൂ, കാരണം അരുൺ കൈ നീട്ടി തരും. തലവൻ 2 ഏറ്റവും നല്ല വിജയമായിട്ട് മാറട്ടെ. പ്രതീക്ഷകൾ വാനോളമുണ്ട്, ബിജു നേരത്തെ സൂചിച്ച പോലെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ, വിജയമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ തലവൻ 2 ഓൾസോ, ആൻഡ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സക്സസ് സെലിബ്രേഷൻ ഓഫ് തലവൻ. എൻജോയ് ഇറ്റ് ആൻഡ് ഹാവ് ഫൺ. താങ്ക് യു. ചാക്കോച്ചൻ ചടങ്ങിന്റെ അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ലെവൽ ക്രോസിന് എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ലെവൽ ക്രോസ് ഓൾസോ. 26 ഏറ്റവും നല്ലൊരു വിജയ ദിവസമായിട്ട് മാറട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ഹോൾ ടീം ഫോർ ലെവൽ ക്രോസിനും എല്ലാ വിജയവും നേരുന്നു. താങ്ക് യു. താങ്ക് യു. എന്നിവർ ദയവായി ഇവിടെ തയ്യാറായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജാഫർ അലി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ വിജയിച്ച പടത്തിൽ ഒരു വേഷം ചെയ്യാൻ പറ്റി. ലാസ്റ്റ് തീരുന്ന സമയത്ത് നമ്മളൊക്കെ നിൽക്കുന്ന ഒരു സംഭവത്തിലാണ് തീരുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ തുടങ്ങുമ്പോൾ എൻ്റെ തലയിൽ തന്നെ അങ്ങ് തുടങ്ങണമെന്നൊരു അഭ്യർത്ഥന ഉണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത പടത്തിനും വിളിക്കുന്നു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. ജിസ്ജോയായിട്ട് ഞാനൊരു സിനിമ ചെയ്തിരുന്നു, പക്ഷേ അതൊരു തലവനാകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പം അതെനിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അരുൺ ജിസിനെ വിട്ടു തന്നാലേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇതിൻ്റെ അകത്ത് അഭിനയിച്ച ബിജുചേട്ടനും ആസിഫിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിസ്മോനും ഞാനും ഒരു 10-20 വർഷമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ പരസ്യ മേഖലയിൽ ജിസ്മോൻ ലൈവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളും കൂടെയുണ്ട്. എല്ലാ പ്രോജക്റ്റുകളും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. സിനിമയിലേക്ക് വന്നപ്പോൾ നടന്മാർക്ക് ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കലാണൊരു അഭിനേതാവിൻ്റെ വലിയ ജോലി. ജിസ്മോനും അങ്ങനെ ഫീൽ ഗുഡ് സിനിമയുടെ ആള് എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റിപ്പിടിക്കാൻ നടത്തുന്ന പല ശ്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ തലവൻ അങ്ങനെ ഒരു സിനിമയാണ് നമുക്ക് സിനിമ കണ്ടവർക്കും സിനിമയ്ക്ക് കൂടെ വന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ
ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഫീൽ ഗുഡ് മാത്രമല്ല തനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പ്രൂവ് ചെയ്യുന്ന ആ കാര്യത്തിൽ വിജയിച്ചു എന്നതാണ് തലവൻ്റെ വിജയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ജിസ്മോൻ്റെ 3 സിനിമകളിലുണ്ട്. ഒരു കമ്പനി ആർട്ടിസ്റ്റിൻ്റെ സ്വഭാവത്തിലല്ല ഈ സിനിമയിലേക്കും ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്തായാലും വലിയ സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ ഇപ്പോൾ എല്ലാ സിനിമകളും ഒരാഴ്ചയെങ്കിലും ഓടിക്കിട്ടണം, അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും ഓടിക്കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് 65 ദിവസം തികച്ച് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തലവനും തലവൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലവൻ 2 ഡബിൾ ആവട്ടെ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഡബിൾ ആവട്ടെ, ഡബിൾ എഫേർട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ സന്തോഷം. മറ്റൊന്നുമല്ല, വലിയ താരനിരയോടൊപ്പം ഞാനും കൂടെ വരുമ്പോൾ മലയാള സിനിമയിൽ ഹിറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതൊരു പ്രവണതയായി മാറിയിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് എൻ്റെ അഞ്ചക്കള്ള കോക്കാനായിരുന്നു, അതിന് മുമ്പ് മമ്മൂക്കയോടൊപ്പം കാതലായിരുന്നു, പിന്നെ അങ്ങോട്ട് പുറകോട്ട് പോയാൽ ജോജി മുതലുള്ള സിനിമകൾ 15 സിനിമകളാണ് ഞാൻ ഇതുവരെ അഭിനയിച്ചത്. ഇനിയും എന്നോടൊപ്പം സഹകരിച്ചിട്ടില്ലാത്തവർക്ക് സഹകരിക്കാൻ ഒരു വേദി കൂടിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ച പോത്തേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഉള്ള സദസ്സിൽ വന്നതിലും ഈ വലിയ സദസ്സിൽ ഭാഗമായതിലും സന്തോഷം. നന്ദി, നമസ്കാരം. ആശംസകൾ. ശ്രീ സാബു അരുണുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് തോന്നുന്നു. സൗഹൃദത്തെ കുറിച്ചും ഈ സിനിമയെ കുറിച്ചും ഒക്കെ എക്സ്പീരിയൻസ്. അരുണിനെ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയാം. അരുണ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നതാണ്. LLB, അതെ, ലോ അക്കാഡമിയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നത്. അരുൺ ആളെ പാവമാണ്, നല്ല പയ്യനാണ്. ജിസും അതായത് ഒരു കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. ആരുടെ ഈ മൊമെന്റോ വാങ്ങിക്കുമ്പോ ഇങ്ങനെ ചില പുതിയ സംവിധാനങ്ങളുണ്ട്, ഇങ്ങനെയുള്ള അല്ലേ? എന്തായാലും ഞാൻ അതിലില്ല. കേട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ മൊമെന്റോ വാങ്ങിക്കുമ്പോൾ ചാക്കോച്ചന്റെ കാലുകൊണ്ട് തൊഴണം, സീനിയർ ആക്ടറാണ്. സത്യമായിട്ടും അതെ, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുണ്ടാണ്. ചെയ്യണോ? നീയാണ് പറഞ്ഞ ചെയ്യണമെന്ന്. ഇവന്റെ ചതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ശരി, സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങള് ലോ കോളേജ് റാങ്കിങ്ങിന്റെ ആ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനത്തെ പ്ലോട്ടാണ് പറഞ്ഞു വിട്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കയറണം, സാധനം വാങ്ങിക്കണം, ചാക്കോച്ചന്റെ കാലുകൊട്ടാണെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ശരിയാക്കി തരാം. കാലിൽ എങ്ങനെ വീഴണമെന്ന് ഞാൻ പഠിപ്പിച്ച. നന്ദി ശ്രീ സാബു. അതായത് ജിസും ആസിഫും ഞങ്ങളൊരു റൂമിലിരുന്നൊരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് പങ്കുവച്ച വലിയൊരു വിഷമമായിരുന്നു ജിസ്. അതായത് എന്നെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഫിലിം മേക്കറായിട്ട് ആൾക്കാർ ലേബൽ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇതൊരു ഗംഭീര സിനിമയായി വന്നതിൽ ഇതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം ഇതിനേക്കാൾ ഒരുപാട് വലിയ ഒരു വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും. ഇതിൽ ഭാഗമായിട്ടുള്ള വിജയേട്ടൻ, ആസിഫ്, അങ്ങനെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും സന്തോഷം പങ്കുവയ്ക്കുന്നു. താങ്ക് യു.
ഫസ്റ്റ് ഫിലിമിൽ തന്നെ നമുക്ക് ഈ സ്റ്റേജിലെത്തി ഇങ്ങനെ ഒരു അവാർഡ് ലിജോ ചേട്ടനിൽ നിന്ന് കൈപ്പറ്റാൻ കിട്ടിയത് തന്നെ വളരെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ സിനിമയുടെ ചർച്ച തുടങ്ങിയ സമയത്ത് മുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിന്നതും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നതും ജിസേട്ടനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ തിരുവൈരാണിക്കുളം അമ്പലത്തിൻ്റെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണ് ജിസേട്ടൻ വിളിച്ചിട്ട് ആസിഫ് ഖാനെ കാണാൻ പോകണമെന്ന് പറഞ്ഞത്. അന്ന് അവിടുന്ന് ഡ്യൂട്ടിയിൽ നിന്ന് എനിക്ക് മാറാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന DSP രാജീവ് സാർ, രവീന്ദ്രനാഥ് അവരൊക്കെ ഇടപെട്ട് ആസിഫ് ഖാനെ കാണാൻ വേണ്ടി പോവാണ്, എന്തായാലും പോയിട്ട് വാട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. അന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ജിസേട്ടൻ്റെ കൂപ്പറിൽ ഞങ്ങൾ ഒരുമിച്ച് ട്രിവാൻഡ്രം വരെ പോയി. അപ്പോൾ അന്ന് സത്യം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു, ആ കാറിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ആസിഫ് ഖാനെ കണ്ടു. ആദ്യമായിട്ട് നമ്മൾ ആസിഫ് ഖാനെ കണ്ടത് അവിടെ വെച്ചാണ്. അന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും നമ്മൾ കഥ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് 11:30 മണിയായപ്പോഴാണ് കഥ പറയണത്. അപ്പോൾ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് വന്ന് അത്രയും ക്ഷീണമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് കൈ തന്ന് ജിസേട്ടൻ നമ്മൾ ബീറ്റൂസിൻ്റെ അവരുടെ പോകുന്നു. അതിനുശേഷമാണ് ബീച്ചേട്ടനെ കാണാൻ ഇടയുണ്ടായത്. അപ്പോൾ അതിൽ വെച്ചാണ് ആദ്യമായിട്ട് ബീച്ചേട്ടനെ കണ്ടത്. ബീച്ചേട്ടനെ കണ്ടപ്പോൾ ഈ പറഞ്ഞ സെയിം എക്സൈറ്റ്മെൻ്റാണ് നമുക്കും ആദ്യമായിട്ട് കാണുന്ന ഒരാൾ. അപ്പം അങ്ങനെ കണ്ടു, സംസാരിച്ചു. ഈ കഥയെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും അത് ഇഷ്ടമായെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി ഞങ്ങൾ 3 പേരും കൂടി കെട്ടിപ്പിടിച്ചു. കയറിച്ച നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അരുൺ ചേട്ടൻ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും നമ്മൾ ഈ കഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പിന്നെ ഈ സിനിമയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷൻസിലൊക്കെ ചെല്ലണത്. അപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഒരു പേടികളൊക്കെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ എന്നോട് സംസാരിക്കുമോ, നമ്മൾ പോലീസിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നൊരു വേർതിരിവ് ഉണ്ടാവുമെന്നൊക്കെ ചിന്തിച്ചു. കാരണം ഇവർ സംസാരിക്കാൻ മടിക്കുമോ, നമുക്കവിടെ കൂട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ചെന്നന്ന് മുതൽ ഇതിൻ്റെ ഫുഡിൻ്റെ ടീം മുതൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മുതൽ ഇതിൻ്റെ എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരി ജിസേട്ടൻ വിളിച്ച് നമ്മുടെ കൂടെ ഇരുത്തി നമ്മളെ ഓരോ കാര്യങ്ങളിലും നമ്മളെ കൂടെ ഇരുത്തി നമ്മളെ ഇൻവോൾവ്മെന്റ് ആക്കി തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേജിൽ ഇങ്ങനൊരു വേദിയിൽ കയറി ഇങ്ങനെ ഇത്രയും ആക്ടേഴ്സിനെ ഇത്രയും ആൾക്കാരെല്ലാം കാണുന്നത് തന്നെ. അപ്പം എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ലിജോ ചേട്ടൻ എഴുതിക്കൊണ്ടിരുന്ന സിനിമയുടെ അക്വാസിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ ഈ പരിപാടി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഒരുപാട് പ്രാവശ്യം ലിജോ ചേട്ടനെ കാണാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ കാണാൻ സാധിച്ചാലും ഇങ്ങനൊരു അവാർഡ് അദ്ദേഹത്തിന് മേടിക്കാൻ സാധിച്ചതൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു ജിസേട്ടൻ, അരുൺ ചേട്ടൻ, പിന്നെ ആസിഫ് ഖാൻ, ബി ചേട്ടൻ. ഓക്കെ, താങ്ക് യു. ആനന്ദിന്റെ വാക്കുകൾ കൂടി. നമസ്കാരം. ഈ പൊതുവേദികൾ എനിക്ക് പറയുന്നത് പേടിയാണ്. ഇവിടെ വന്നു വന്നപ്പോൾ തന്നെ എൻ്റെ മുട്ടുകാലിരിക്കാൻ തുടങ്ങി. അപ്പം ഇതിൽ ആദ്യമായിട്ട് ആകെ പറയാനുള്ളത് സ്ക്രിപ്റ്റിനെ പറ്റിയാണ്. ഇന്നിപ്പോൾ കാണുന്ന സിനിമയുടെ എല്ലാ രൂപങ്ങളും ഇതിലുള്ള ഓരോരുത്തരും പങ്കെടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ഔട്ടിലേക്ക് എത്തിക്കുന്നത്. കഥ ചർച്ച ചെയ്തപ്പോൾ മുതൽ ജിസേട്ടൻ അതിൽ കാര്യമായ സംഭാവനകൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കഥ കേട്ട ആസിഫിക്ക അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബീച്ചേട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജിസേട്ടൻ വരുത്തിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മാറിയത്. അപ്പോൾ ഇതിൽ ഈ വേദിയിൽ വെച്ച് ഒരു അവാർഡ് കിട്ടിയതിനും പിന്നെ ഈ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനും എനിക്ക് നിങ്ങളെല്ലാവരോടും നന്ദിയുണ്ട്. ഓരോ ക്രൂ മെമ്പേഴ്സിനും ഈ തലവൻ്റെ ഭാഗമായിരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.
രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങളിലെല്ലാം വന്നിട്ടുള്ള കുറച്ച് സിനിമകളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയിൽ എതിരെ നിൽക്കുന്നത് വിജയേട്ടനാണ്. വിജയേട്ടനെ കുറിച്ച് ആസിഫ് പറഞ്ഞു എന്ന് ഞാൻ കേട്ട ഒരു കാര്യം, വിജയേട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയ ഒരു ആന നിൽക്കുന്ന ഒരു പ്രൗഢിയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ബീച്ചിന്റെ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചൻ അറിയാമല്ലേ, ഒരു ആഘോഷമാണ്. നമ്മളൊരു ടൂറൊക്കെ പോയിട്ടും ആഘോഷിക്കുന്ന പോലെയാണ്. ഷൂട്ടിങ്ങിൻ്റെതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷനിൽ റൂമിലേക്ക് കൊണ്ടുവരില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ബീച്ചേട്ടൻ്റെതായ കുറെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട്. ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ബിജുചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ടു ഉള്ളതാണ് ബിജുചേട്ടാ. രാത്രിയില് ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. രാത്രി 11 മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്ന ഒരാള് വെളുപ്പിനെ വരെ പാട്ടും താളം നന്നായി അടിക്കുന്നൊക്കെ കേട്ടു. ഇതൊക്കെ ഉള്ളതാണോ? കൈയിട്ടില്ലേ? വിഷേട്ട എങ്ങനെയായിരുന്നു ഈ ഒരു വിഷേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ആഘോഷങ്ങൾ എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ടോ? അല്ല, മൊമെന്റ് അല്ല, ആക്ച്വലി നമ്മൾ വളരെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു സീരിയസ് സിനിമയാണ്. ഇപ്പോൾ സെറ്റിൽ നമുക്കധികം റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. നമ്മളെല്ലാം ചാർജറായിട്ടും റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എവേ ഫ്രം ഹോമാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് മാറി ദൂര സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ ഡെയിലി വേണ്ടേ? കുട്ടികളെല്ലാം നോക്കേണ്ട ഒരു കടമ എനിക്കാണ് ചേട്ടൻ്റെ രീതി. അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു വലിയേട്ടന്റെ അടുക്കൽ നിന്ന് അങ്ങനെ നോട്ടവും കരുതലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചാക്കോച്ചനും? നിങ്ങളും ഒരുപാട് സിനിമകൾ എന്തോ വലുത് വരാനുണ്ട്. ചൂടുള്ള സമയം അവിടെ ചൂട്, നമ്മള് തണുപ്പത്ത് റോമൻസ് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. കോഴിക്കോട് ഇതൊരു അവാർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. രാത്രി ലേറ്റ് നൈറ്റ് ആയി. പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് വരണം. ഞാൻ കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തട്ടുമുട്ടും ബഹളും ഭയങ്കര സൗണ്ടൊക്കെ ഒരു റൂമിൽ നിന്ന്. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു, എവിടെ നിന്നാണ് ഈ സൗണ്ട്? അവരോട് മുന്നേറിക്കാൻ പറഞ്ഞു. സാർ ബിജു മേനോൻ സാറിൻ്റെ റൂമിൽ നിന്നാണ്. ആ ശരി, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കിടന്നുറങ്ങി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ നിന്ന്. സാർ, റിസപ്ഷനിൽ നിന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണ്, സാർ ഒരു ഉപകാരം ചെയ്യാവോ? എന്താണ്? ബിജു മേനോൻ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞാണ് തിരിച്ച് എൻ്റെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? അത് വേറെ ആള് ചെറിയ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ആരാണ്? നാളെ നിങ്ങൾ പോകേണ്ട ഫ്ലൈറ്റിന്റെ പൈലറ്റാണ് പറയുന്നത്. കുട്ടിക്ക് കിടന്ന് ഉറങ്ങുന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിളിച്ചു കൊടുത്തെങ്കിൽ ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ പരിപാടി നിർത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ആസിഫ്, നീ അധികം ഈ പറയാതിരിക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങൾ? വെറുതെ നീ എന്നെ നൊസ്റ്റാൾജി അടിപ്പിച്ച് വേണ്ട. പിന്നെ ഒരുപാട് ഓർമ്മകൾ, ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം വിജയനോട് പറയായിരുന്നു, ഒരാള് ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ്. അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവണമെന്നൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ ആസിഫിനോടൊപ്പം വിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സോ ഹാപ്പി ടു ബി അമംഗ് യു ഗൈസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ജിസേട്ടൻ ഇതുപോലെ ഒരു ഡയറക്ടറാണ് ഏറ്റവും അധികം ഒരുപക്ഷെ സമ്മർദ്ദത്തിലാവുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, പൂർത്തീകരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെന്റുകൾ എത്രത്തോളം ഈ റിലാക്സ് ചെയ്യാൻ സഹായിച്ചു, അതോ ടെൻഷനുകൾ കൂട്ടിയോ? 65 ഡേയ്സ് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടാറുണ്ട്. ഈ സിനിമ ദൈവകൃപ കൊണ്ട് 65 ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞ പടം. അപ്പൊ ബിജുടെ പറഞ്ഞാണ് എന്നെ കറക്റ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി കുറെ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഒത്തുചേർന്ന് ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി സംസാരിക്കുക, പാട്ട് പാടുക. ബിജുടെ നന്നായിട്ട് കൊട്ടും, നന്നായിട്ട് അസലായിട്ട് കൊട്ടും. ബിജുടെ റൂമിലാണെങ്കിൽ സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, അടിപൊളിയാണ്. എനിക്കൊരു കുടുംബമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കൊട്ടും പാട്ടും കുഴപ്പമാണോ? അത് ഭയങ്കര അടിപൊളിയായിരുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം UK ബേസ്ഡ് മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ്. ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സന്തോഷത്തിൽ എന്താണ് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ? എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു ടു എവരി വൺ ബിഹൈൻഡ് ദിസ് ഫിലിം. പിന്നെ ദൈവത്തിന് നന്ദി. കാരണം പെട്ടെന്ന് ഒരു ഇത്രയും വലിയൊരു കാസ്റ്റ് ക്രൂ ഒക്കെ ഉള്ള ഒരു പടം പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഇതൊരു 65 ഡേയ്സിൽ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പറ്റി. അതിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും 100% എഫർട്ട് അവർ ഇട്ടുകൊണ്ടാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിങ്ങനെ നന്നായി തീർന്നു. അതോടൊപ്പം തന്നെ ഇതൊരു വൻ വിജയമായത് അതിലധികം സന്തോഷമുണ്ട്. ആദ്യമായി ചെയ്ത പടം ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിരിക്കാൻ പറ്റി, സന്തോഷം. അത് ഇനിയും പടങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാണ് എനിക്ക് തീർച്ചയായിട്ടും. താങ്ക് യു. ഒരുപാട് നല്ല വിജയങ്ങളുടെ ഒരു നല്ല തലവൻ 2-നും എല്ലാവരും തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ശ്രീ അരുൺ നാരായൺ, നിർമ്മാതാക്കളിൽ ഒരാൾ. അദ്ദേഹത്തിനെ നമുക്ക് ടെലിവിഷനിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമുക്ക് സുപരിചിതനാണ്. ചിത്രത്തിലും നമ്മൾ കുറച്ച് കാണുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ ഈ ചടങ്ങിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും നന്ദി ഔപചാരികമായി പ്രകടിപ്പിക്കുന്നതിനായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി അതിന് മുൻപായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച ടെക്നീഷ്യൻസും അഭിനേതാക്കളും എല്ലാവരും ദയവായി ഒരു നിമിഷം കാത്തു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു ഫോട്ടോ സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡിന്നറിന് കൂടി ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഭയങ്കര ലേറ്റായി, ഒരുപാട് വലിയ സംസാരങ്ങൾക്കൊന്നും പോകുന്നില്ല. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം നിന്ന സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ പേരെടുത്ത് പറയേണ്ടത്, ഇന്ന് സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയവരെയാണ്. ലിജോ ചേട്ടൻ തുടങ്ങി. ലിജോ ചേട്ടനോട് പ്രത്യേക നന്ദി പറയുന്നു. അദ്ദേഹം ഒരുപാട് തിരക്കുകളുടെ അങ്കമാലിയിൽ നിന്ന് ഇതിനു വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ്. ചാക്കോച്ചനുമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ട്. ചാക്കോച്ചനോട് പ്രത്യേകം നന്ദി പറയുന്നു. ടിനു പാപ്പച്ചൻ, സായൻ ചേട്ടൻ. ഞാൻ ആദ്യമായി പ്രൊഡക്ഷൻ രംഗത്തേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സിനിമയായിരുന്നു പുതിയ നിയമം. മമ്മൂക്കയും നയൻതാരയും ഒന്നിച്ച് അഭിനയിച്ചത്. സായൻ ചേട്ടൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. സായൻ ചേട്ടനോട്, ലിസ്റ്റിൻ സ്റ്റീഫൻ, നിർമ്മാതാക്കളിലെ കിങ് എന്നൊക്കെ വിളിക്കാവുന്ന ലിസ്റ്റിൻ, അങ്ങനെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതികൾ എത്തിച്ചേർന്ന എല്ലാവരോടും, ചിദംബരം ഇവിടെ ഉണ്ടായിരുന്നു, ആന്റണി ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ. സായിർ ബായ്, സലീം ഖാൻ, ഒരുപാട് ഞങ്ങളുടെ പേഴ്സണൽ സുഹൃത്തുക്കളും നമുക്ക് ഇവിടെ ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരോടും, അതുപോലെ മീഡിയ, നമ്മുടെ സിനിമ ഇറങ്ങി ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ സിനിമയ്ക്ക് തന്ന സപ്പോർട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മൃദുൽ നായർ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഫസ്റ്റ്, എല്ലാ കാര്യത്തിനും മൃദുൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാവണം, ഫസ്റ്റായിട്ട് ഉണ്ടാവണം. എല്ലാത്തിനും ഞങ്ങളുടെ കൂടെയുള്ള ആളാണ് മൃദുൽ നായർ. ബിടെക് പോലത്തെ മനോഹരമായ സിനിമ കാസർഗോഡ് ഗോൾഡൊക്കെ ചെയ്ത മൃദുൽ നായർക്ക് വലിയ കൈയടി. മൃദുൽ നായർ കൂടെ നിൽക്കുന്നുണ്ട്.